ഒറ്റ ദിവസത്തെ വമ്പൻ കുതിപ്പിന് പിന്നാലെ സ്വർണ്ണവില വീണ്ടും താഴേക്ക്. വ്യാഴാഴ്ച 3 തവണയായി പവന് 1680 രൂപ വർദ്ധിച്ചിടത്തു നിന്ന് ഇന്ന് രാവിലെ 280 രൂപയാണ് ഇടിഞ്ഞത്. ഒറ്റ ദിവസത്തെ വമ്പൻ കുതിപ്പിന് പിന്നാലെ സ്വർണ്ണവില വീണ്ടും താഴേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ കുതിപ്പിന് ശേഷമാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. ഒരു പവൻ സ്വർണ്ണത്തിന് 280 രൂപ കുറഞ്ഞതോടെ ഒരു പവന് 1,11,710 രൂപയായി. ഗ്രാമിന് 35 രൂപയുടെ കുറവുണ്ട്. ഇതോടെ 22 ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 13,965 രൂപയിലെത്തി. അക്ഷയ തൃതീയ ദിവസം വിപണിയിൽ മികച്ച വിൽപ്പനയാണ് നടന്നത്. സംസ്ഥാനമൊട്ടാകെയുള്ള 12,000 ജ്വല്ലറികളിലായി 2,000 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി പ്രാഥമിക വിലയിരുത്തൽ. സ്വർണ്ണവില വർധനവ്, യുദ്ധം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് 3 ലക്ഷത്തിനടുത്ത് ഉപഭോക്താക്കൾ ജ്വല്ലറികളിൽ എത്തിയെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ പറഞ്ഞത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും കോയിനുകളും ബാറുകളുമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത്. സ്വർണ്ണവില കുറഞ്ഞാലും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ മറ്റ് ചില അധിക ചെലവുകൾ കൂടി ഉപഭോക്താക്കൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെയും പണിക്കൂലിയുടെയും ആകെത്തുകയിൽ മേൽ 3% GSTയും കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. കേരളത്തിൽ വിവാഹ സീസൺ സജീവമായ ഘട്ടത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത കാരണം വില ഇനിയും ചാഞ്ചാടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് CMLM ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.